ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയം അതെവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചു പോയി. കാരണം അത് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത്. ഈ ആശയം പോപ്പുലർ ഫ്രണ്ടിൻ്റെതാണ്. NDFന്റെ സ്ഥാപകരിൽ ഒരാളായ പി കോയ തുടങ്ങിവെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയമാണ് കട്ടിംഗ് സൗത്തായി പരിണമിച്ചത്. നിരവധി PFI ഭീകരർ കട്ടിംഗ് സൗത്ത് ആശയം നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, ഈ കട്ടിംഗ് സൗത്ത് അത് തുടക്കത്തിൽ അറിയാം, എങ്ങനെ വലിയ ഒരു പ്രമുഖരായ പലരും തന്നെ അതിൻ്റെ പിന്നിലാണ് നിരക്കുന്നത്. പക്ഷേ ഇതെവിടെ നിന്ന് വന്നു, ഇതെങ്ങനെ തുടങ്ങി എന്ന് അന്വേഷിച്ചെന്നാൽ കൃത്യമായി ഇതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് PFIയുടെ തലയിൽ നിന്ന് ഉദിച്ചതാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ തലയിൽ നിന്ന് ഉദിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്ന് മനസ്സിലാകുന്നു? അതിൻ്റെ ഈ സമൂഹ മാധ്യമങ്ങളിലെ തെളിവുകളും എന്തൊക്കെയാണ്? വീണ, കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നലെ നമ്മൾ കൊടുത്തിരുന്ന ഒരു വാർത്ത, അതായത് കാനഡയിൽ നിന്നും $4000 ഈ കട്ടിംഗ് സൗത്ത് പരിപാടിക്കായി എത്തി. അതിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിവില്ലാതെ അല്ലെങ്കിൽ അനുമതി ഇല്ലാതെയാണ് ഈ $4000 എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള തെളിവും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാടുമാണ് ഇന്നലെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. അതോടൊപ്പമാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ആശയം തന്നെ ശരിക്കും കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ വളരെ ഗൗരവത്തോടെ കാണുന്നതിൻ്റെ കാരണം ഈ കട്ടിംഗ് സൗത്തിൻ്റെ തുടക്കം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടാണ്. അതായത് 2047 നമ്മുടെ രാജ്യത്തിൻ്റെ 100ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം, ഭാരതീയരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ ഐക്യവും ഒത്തൊരുമയും ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം ജനങ്ങൾ, അവരുടെ ആഗ്രഹം എന്നത് ആ കാലഘട്ടത്തിൽ 2047 കാലഘട്ടത്തിലെത്തുമ്പോൾ ഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രമാകണം എന്നതാണ് ആഗ്രഹം. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മറ്റൊരു കൂട്ടർ, പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ ശക്തികൾ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ഇസ്ലാമിക ഭീകര ശക്തികൾ, അവർ 2047 ലക്ഷ്യമിടുന്നത് ഭാരതത്തിൻ്റെ പൊതുസമൂഹവും പൊതുമനസ്സും ആഗ്രഹിക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള രാഷ്ട്രമായി ആ കാലഘട്ടത്തിൽ ഭാരതം മാറണമെന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും NDFൻ്റെയും ഒക്കെ ചിന്തകൾ പോകുന്നത്. അവർ 2047 ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുവാനുള്ള കൃത്യമായ പ്ലാൻ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന സംഘടനകളാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും നിരോധിച്ചിട്ടുള്ള PFI ആണെങ്കിലും അത്തരം സംഘടനകൾ. അപ്പോൾ അവരുടെ 2047 ആ ഒരു പ്ലാനിൻ്റെ ഭാഗമാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയം. പ്രത്യേകിച്ച് 2017-18 കാലം മുതൽ PFIയുടെ പല ഭീകരന്മാരും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ എന്ന റോളിലൊക്കെ എത്തി ഈ ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്ന സിദ്ദിഖ് കാപ്പനെ പോലെയൊക്കെയുള്ള ആളുകൾ, അത്തരം ആളുകളൊക്കെ 2017-18 കാലഘട്ടങ്ങളിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ അവരുടെ കവർ പേജുകളായി തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന കൃത്യമായ കവർ പേജുകൾ ഇട്ടിരുന്നു. നമ്മളിപ്പോൾ സ്ക്രീനിൽ സിദ്ദിഖ് കാപ്പനൊക്കെ ആ സമയത്തിട്ട 2018 മാർച്ച് മാസങ്ങളിലൊക്കെ അവരുടെ ഫേസ്ബുക്കിലെ പ്രൊഫൈലോ അതല്ലെങ്കിൽ കവർ പേജ് ആക്കി ഇട്ടിരുന്ന ചിത്രങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ സമയം മുതൽ തന്നെ ഈ പി കോയയെ പോലെയുള്ള കൊടും ഭീകരന്മാർ മുന്നോട്ട് വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, അതോടൊപ്പം തന്നെ തെലങ്കാനയും ആന്ധ്രാപ്രദേശും പുതുച്ചേരിയും ഒക്കെ അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തി വെട്ടി വിഭജിക്കണം. ആ വെട്ടി വിഭജിക്കുന്ന കേന്ദ്രം, ആ കേന്ദ്രം നിന്നുകൊണ്ടാകണം, അവിടെ കാലൂന്നി നിന്നുകൊണ്ടാകണം ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വീക്ഷണം ഈ PFIയുടെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ആളുകൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തിയത് തന്നെ NDFൻ്റെയൊക്കെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള പി കോയ. ഇയാളിപ്പോൾ ഡൽഹി തീഹാർ ജയിലിലാണ്. കാരണം PFIയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നടത്തിയ ഓപ്പറേഷൻ ഒക്ടോപ്പസിൻ്റെ ഭാഗമായിട്ട് ഈ പി കോയ ഉൾപ്പെടെയുള്ള ഭീകരന്മാരെ ജയിലിലേക്ക് അടച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. അപ്പോൾ പി കോയ നേരത്തെ സിമിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. സിമി നമുക്കറിയാം കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടനയാണ്. അതിനുശേഷം പിന്നീട് ഇയാൾ NDFൻ്റെ രൂപീകരണ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് പിന്നീട് NDF ഏതാണ്ട് നിരോധിക്കപ്പെടുമെന്ന് ഉറപ്പാകുന്ന സമയം, മാറാട് കലാപത്തിനൊക്കെ ശേഷം നിരോധിക്കപ്പെടുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രൂപീകരണത്തിലൊക്കെ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ പി കോയ എന്ന ഭീകരനാണ്. ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ രൂപപ്പെടുത്തിയ ആശയമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നത്. ആ ആശയത്തിൻ്റെ പേര് മാത്രം
നിറം മാറ്റിക്കൊണ്ട് ആ മാപ്പൊക്കെ നമുക്കറിയാം കട്ടിംഗ് സൗത്ത് എന്ന ഈ മീഡിയ കോൺക്ലേവിന് ഉപയോഗിച്ചിട്ടുള്ള ബ്രോഷറിനകത്ത് ആ മാപ്പ് തന്നെ അടയാളപ്പെടുത്തുന്നത് ദക്ഷിണ ഭാരതത്തെ പ്രത്യേകമായിട്ടാണ്. അതിന് ഭാരതത്തിൻ്റെ മറ്റ് ഭൂപ്രദേശങ്ങളുമായി ബന്ധമില്ല എന്ന രീതിയിൽ കൃത്യമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മാപ്പാണ്. ഇതേ മാപ്പ് തന്നെയാണ് 2018-19 കാലഘട്ടങ്ങളിൽ സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ കവർ ഫോട്ടോകളായി ഫേസ്ബുക്കിലും മറ്റും ഉപയോഗിച്ചിരുന്നത് നമ്മൾ കാണണം. അതിനാൽ തന്നെ കേന്ദ്ര ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് PFI മുന്നോട്ട് വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയം തന്നെ കൃത്യമായി അതിൻ്റെ പേര് കട്ടിംഗ് സൗത്ത് എന്ന് മാറ്റിക്കൊണ്ട് ഇവരെന്താണോ വിഭാവനം ചെയ്തത് അതേ ആശയത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഈ മീഡിയ കോൺക്ലേവായി കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്നത് എന്നാണ് കേന്ദ്ര ഏജൻസികളും മറ്റും വിശദീകരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. ഏതായാലും ഈ ആശയം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഭാരതാംബയെ വെട്ടിമുറിക്കാൻ കഴിയില്ല തന്നെ, അതിന് കൂട്ടു നിൽക്കാനാവില്ല തന്നെ, അതിൽ തർക്കമൊന്നുമില്ല. അത് എന്തിൻ്റെ പേരിലായാലും. ഓക്കെ, എന്തായാലും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും അല്ലേ ഉണ്ട്. മറ്റൊരു മൂവ്മെൻറ്റ് തന്നെ അതിന് ഭാഗമായിട്ട് ഉണ്ട്, അതിനെ എതിർത്തുകൊണ്ടൊക്കെ. പക്ഷേ അതിങ്ങനെ അനസ്യൂതം തുടരുന്നപ്പോൾ ഇതിൻ്റെ പിന്നിലേക്ക് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് തുടങ്ങി എന്നൊക്കെ വ്യക്തമാണ്. അതിൻ്റെ ഉദ്ദേശം കൃത്യമായി മനസ്സിലാകുന്നത്. അതെ, തീർച്ചയായും.